ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് താറാവ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു താറാവിൻ്റെ റോസ്റ്റ്. അധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. ഡക്ക് അധികം ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ഒരു കറി കൂട്ടിയാൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ രീതിയിൽ ഒരു തവണ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഈ ഒരു റെസിപ്പി മാത്രമേ ഫോളോ ചെയ്യൂ. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മളിത് താറാവിൻ്റെ ഇറച്ചി എടുത്തിട്ടുണ്ട്. താറാവ് 2 കിലോ ആണ്, പക്ഷേ നമ്മൾ വൃത്തിയാക്കി പീസാക്കിയൊക്കെ എടുത്തപ്പോൾ 1 കിലോ താറാവിൻ്റെ ഇറച്ചിയാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഫ്രഷ് ആയിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചേർക്കാത്തത്. നമ്മുടെ കറിക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ജാതിക്കായാണ്. കണ്ടോ, ഇത് ജാതിയുടെ കായാണ്. ഇങ്ങനെ ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിലേക്ക് ചേർക്കാം. താറാവിൻ്റെ കറി നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെടുത്ത് ജാതിക്കയുടെ അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതേ ഒരു അല്പം മാത്രം, ഇത്ര മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഫ്രഷായിട്ട്. നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിന് മാത്രമേ മസാലകൾ ചേർത്ത് പൊടിച്ചെടുക്കാവൂ. നമ്മൾ ഓൾറെഡി പൊടിച്ചെടുത്ത് വെച്ചാൽ നമ്മൾ ഫ്രഷായിട്ട് വറുത്ത് പൊടിക്കുന്ന ഒരു ടേസ്റ്റ് ആ കറിക്ക് കിട്ടത്തില്ല. ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. മസാലകൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ജീരകമൊക്കെ ഒരു പൊട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ അതിന് വേണ്ടി ഒരു കുക്കർ ആദ്യം എടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചേക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10 വറ്റൽമുളകാണ്. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. നമ്മളിന്ന് 1 കിലോ ഡക്കാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 സവാളയാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ വറ്റൽമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് ചേർക്കുന്നില്ല. അതിൻ്റെയും കൂടെ എരി നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് ഇത് എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മളിപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ആ ഒരു മസാല ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്ത മസാല നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് റോ ആയിട്ടുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 2 അടപ്പ് നിറയെ വിനാഗിരി ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരു 2 അടപ്പ് വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഞാനൊരു ഏകദേശം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സവാളയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടണം. ഈ മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കട്ടെ. നന്നായിട്ട് ഉടയ്ക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇറച്ചി ഇപ്പോൾ ചേർക്കേണ്ട കാര്യമില്ല. ഡക്ക് നമുക്കിതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സാക്കുക. നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഡക്കിനകത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങുന്നതാണ്. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, മുഴുവൻ ഡക്കും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് തിരുമ്മരുത്, കാരണം ഇതിന് നല്ല എല്ലുണ്ട്. താറാവിൻ്റെ ഇറച്ചിക്ക് ഇഷ്ടംപോലെ എല്ലുണ്ടാവും. മാംസം കുറവാണ് അതിന്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
നമ്മുടെ ഡക്ക് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു 5 വിസിൽ 5 to 6 അത്രയും മതിയാവും. നന്നായിട്ട് വേവണം, കാരണം ഇത് മൊത്തം എല്ലാണല്ലോ. നന്നായിട്ട് വെന്ത് ഞാൻ തുറന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർക്കാം. അത് കരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് മാത്രമേ ചേർക്കാവൂ, മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഡക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ, ആ മുളക് പൊടിയും എല്ലാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് അല്പം കുറവാണ്, ഞാനൊരു അല്പം ഉപ്പുകൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഡക്കിൻ്റെ സ്റ്റോക്കൊക്കെ വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താറാവ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. നോക്ക്, അധികം ഗ്രേവി ഇല്ല, കുറച്ച് ഡ്രൈ ആണ്. നമുക്കിത് കറിയെന്നോ റോസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം, കാരണം താറാവാണല്ലോ, മൊത്തം എല്ലാമാണ്. നമുക്ക് മൊത്തം അതിനകത്ത് ബോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ സാധാരണ നമ്മൾ താറാവ് കറി കഴിക്കുന്നേക്കാൾ ഒരു കിടിലൻ ടേസ്റ്റാണ്, ഒരു പ്രത്യേക രുചിയാണ്. ഒരു തവണ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തീർച്ചയായും ഇതിനൊന്ന് അഡിക്റ്റായി പോവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഞാൻ ദേ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിൽ കുറച്ച് മല്ലിയിലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ചേർക്കുന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ റെസിപ്പി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആ ഒരു കളറ് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നമുക്ക് ചോറിൻ്റെ കൂടെയോ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.